നമസ്കാരം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് ഡിഎംഒ നിയമനത്തിൽ വീണ്ടും ട്വിസ്റ്റ്. കസേരകളിക്കൊടുവിൽ സ്ഥാനത്തു നിന്ന് മാറ്റിയ ഡോക്ടർ ആശാദേവി വീണ്ടും ഡിഎംഒ. ഹൈക്കോടതി ഇടപെടലിൽ പദവിയിൽ തുടർന്ന ഡോക്ടർ എൻ രാജേന്ദ്രനെ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലേക്ക് മാറ്റി. സർക്കാർ നടപടി ഇരുവരുടെയും മറുപടി ലഭിച്ച ശേഷം. കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകലിൽ കലാരാജുവിന്റെ വാദം പൊളിയുന്നു. പാർട്ടി ഓഫീസിലെ ദൃശ്യം പുറത്തുവിട്ട സിപിഎം കോൺഗ്രസുമായി സംസാരിച്ചിരുന്നുവെന്ന് സമ്മതിച്ച് കലാരാജു. എനിക്ക് 10 ലക്ഷം 20 ലക്ഷം തരാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇല്ല, ഒരു വാഗ്ദാനങ്ങളും ഇല്ല. അവർ ബാങ്കിന്റെ ഒക്കെ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ നിന്ന് നമുക്ക് എല്ലാം അന്വേഷിക്കാമെന്നുള്ള ഒരു വാഗ്ദാനം. സമരം നടത്തിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. മുഖ്യമന്ത്രിക്കെതിരെ വിവാദ പരാമർശവുമായി ഡിസിസി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്. കേസെടുക്കട്ടെ, അങ്ങനെ കേസെടുത്താൽ ഞങ്ങൾ പിന്മാറി പോകുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സമരവീര്യം ഇല്ലാതാകുന്ന ആളുകളാണ്. അങ്ങനെയൊന്നും ഭയപ്പെടുത്താമെന്നോ ഭീഷണിപ്പെടുത്താമെന്നോ പിണറായി വിജയനല്ല, പിണറായി വിജയന്റെ അപ്പൻ വന്നാലും നടക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വയനാട്ടിലെ NM വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ND അപ്പച്ചനെയും KK ഗോപിനാഥനെയും അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത് 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ഒടുവിൽ. പാലക്കാട് ബ്രൂവറി വിവാദം നിയമസഭയിൽ ഉയർത്തി പ്രതിപക്ഷം. അനുമതി നൽകിയത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള കമ്പനിക്കെന്ന് രമേശ് ചെന്നിത്തല. ഡൽഹി മദ്യനയ കേസിലെ സമാന സംഭവമാണ് ഇവിടെ നടക്കുന്നത്. മദ്യനയത്തിൽ ഗവൺമെന്റ് വരുത്തിയ മാറ്റം കേജ്രിവാളിനെ ജയിലിലാക്കി. നിങ്ങളത് മറികടക്കാൻ വേണ്ടി മദ്യനയം പ്രഖ്യാപിച്ചു. കമ്പനി വെള്ളത്തിന് അനുമതി നൽകിയത് തെറ്റിദ്ധരിപ്പിച്ചെന്ന വാദം തള്ളി മന്ത്രി റോഷി അഗസ്റ്റിൻ. കിൻഫ്രയ്ക്ക് നൽകിയ വെള്ളം പങ്കുവയ്ക്കുന്നതിൽ തെറ്റില്ല. മന്ത്രി MP രാജേഷിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി മഹിളാ മോർച്ച. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ചൂടേറുന്നു. മധ്യവർഗ വോട്ടുകൾ ലക്ഷ്യമിട്ട് ആം ആദ്മി പാർട്ടി പ്രകടന പത്രിക. ആദായ നികുതി പരിധി 10 ലക്ഷമാക്കണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥന. പ്രചാരണ രംഗത്ത് സജീവമായി രാഹുൽ ഗാന്ധി. സ്വർണ്ണവില കുതിക്കുന്നു. പവൻ 60,000 കടന്നു. ഓഹരി വിപണിയിലും വൻ മുന്നേറ്റം. ന്യൂസ് 18 കേരളത്തിന് സംസ്ഥാന ടെലിവിഷൻ പുരസ്കാര തിളക്കം. മികച്ച കുട്ടികളുടെ പരിപാടിയുടെ അവതാരകൻ S. അദ്വൈത്. പുരസ്കാരം ന്യൂസ് 18 കുട്ടികളുടെ പരിപാടി പാഠം 4-ന്. വാർത്തയിലേക്ക് വിശദമായി. ഡോക്ടർ N. രാജേന്ദ്രനെ കോഴിക്കോട് DMO സ്ഥാനത്ത് നിന്ന് വീണ്ടും നീക്കി. പകരം ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറായി നിയമിച്ചു. പുതിയ കോഴിക്കോട് DMO ആയി ഡോക്ടർ ആശാദേവിയെ വീണ്ടും നിയമിച്ച് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി. VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, കോടതി വരെ കയറിയ വിഷയത്തിലാണ്, നാടകീയ സംഭവങ്ങൾ ഏറെ കണ്ട വിഷയത്തിലാണ് ഒടുവിൽ ഒരു ഉത്തരവ് കൂടി പുറത്തിറങ്ങുന്നത്. ഇതോടെ പ്രശ്നം പരിഹരിച്ചു എന്ന് കരുതാമോ? എന്ന് വേണം കരുതാൻ. കോടതിയുടെ ഇടപെടൽ തന്നെയാണ് ഇതിൽ നിർണായകമായത്. ഹൈക്കോടതിയിൽ ആദ്യം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലും പിന്നീട് ഹൈക്കോടതിയിലും ഈ ആശാദേവിയും അതുപോലെ ഡോക്ടർ രാജേന്ദ്രനും സമീപിച്ചു. അവിടെ ഹൈക്കോടതിയാണ് രണ്ടുപേരുടെയും ഭാഗം കേട്ട ശേഷം ഒരു തീരുമാനമെടുക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയത്. ആ ഹിയറിംഗിന് ശേഷമാണ് ഇപ്പോൾ തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടർ എത്തുകയും ഇന്ന് ഉത്തരവിറക്കുകയും ചെയ്തത്. ആശാദേവിയെ തന്നെ കോഴിക്കോട് DMO ആയി വീണ്ടും നിയമിക്കാനാണ് തീരുമാനം. രാജേന്ദ്രനെ അവിടെ നിന്ന് മാറ്റി ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. നേരത്തെ അദ്ദേഹത്തെ അവിടെ മാറ്റാൻ ചില പ്രത്യേക കാരണങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവിടെ സ്ഥലമാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ട തുടർന്നാണ് അദ്ദേഹത്തെ കോഴിക്കോടേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ആ ആവശ്യം കഴിഞ്ഞിരിക്കുന്നു. മകൾ മറ്റൊരു സംസ്ഥാനത്താണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ തുടരേണ്ട ആവശ്യമില്ല. അതിനാൽ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരികയും മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ ഭർത്താവിനും സുഖമില്ലാത്ത കാരണത്താൽ ആശാദേവിക്ക് കോഴിക്കോട് തന്നെ നിയമനം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ഉത്തരവ് പറയുന്നത്. ഇതോടുകൂടി പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന ആത്മവിശ്വാസത്തിലാണ്, പ്രതീക്ഷയിലാണ് ആരോഗ്യവകുപ്പുള്ളത്. ശരി, VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കണ്ടെത്താനുള്ള ഇന്നത്തെ ദൗത്യം ഉപേക്ഷിച്ചു. നാളെ വീണ്ടും ദൗത്യം പുനരാരംഭിക്കും.
ആന വനത്തിനുള്ളിലേക്ക് പോയതോടെ മേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിയിരുന്നു. വെറ്റിലപ്പാറ 14-ൽ നിന്നിരുന്ന ആനയെ പടക്കം പൊട്ടിച്ച് അടുത്തുള്ള റബ്ബർ തോട്ടത്തിലെത്തിച്ച് മയക്കുവെടി വെക്കാനായിരുന്നു ദൌത്യസംഘത്തിന്റെ പദ്ധതി. എന്നാൽ പടക്കം പൊട്ടിച്ചതോടെ പരിഭ്രാന്തനായ കാട്ടാന വനത്തിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ഇന്നത്തെ ദൗത്യം അവസാനിച്ചിട്ടുണ്ട്. അപ്പം ആന റിസർവിനകത്ത് കയറിപ്പോയതിന് ശേഷം ആനയെ ട്രേസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിച്ച് നോക്കി, പക്ഷേ വേറെ ആനക്കൂട്ടമുള്ള കാരണം ഇതാണോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല. അപ്പം ഇന്നത്തെ ദൗത്യം ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ വീണ്ടും ഇതാരംഭിക്കും. ഇല്ല, രാവിലെ കുറച്ച് നേരത്തെ എത്തി ആനയൊന്ന് നിരീക്ഷിച്ചതിന് ശേഷം ബാക്കി ഇത് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ പറഞ്ഞിടയ്ക്ക് ഈ തിക്കും തിരക്കും ഒന്ന് ഒഴിവാക്കാനും ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ന് തന്നെ ആന ഓടിയത് വേറെ വണ്ടികളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മുടെ ഫോറസ്റ്റിന് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ ഒരു പെട്ടെന്ന് ഈ ഡാട്ട് ചെയ്യുമ്പോഴും ആന എങ്ങോട്ട് ഓടുന്ന ഒരു ദിശയൊന്നും നമുക്ക് കണക്കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിസ്ക് ഫാക്ടർ ഒന്ന് ഒഴിവാക്കാനായിട്ട് ഇത്രയും സ്റ്റാഫ് പല സ്ഥലങ്ങളിൽ നിന്ന് ഈ ഇതിലൊരു പബ്ലിക് റോഡായതുകൊണ്ട് ഈ ഗതാഗതം ഒന്ന് നിയന്ത്രിക്കാനുമായിട്ടുള്ളൊരു ഡയറക്ഷൻ മിക്കവാറും ചെക്ക് പോസ്റ്റിൽ നിർത്തേണ്ടി വരും. കാരണം അകത്ത് കയറി കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് പോകും നമുക്കറിയില്ല. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ സഹകരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ചിലപ്പം വേണ്ടി വരും. അതിപ്പോൾ ഇന്ന് ഡോക്ടർ രാത്രി പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാവിലെ ആണെങ്കിൽ ഇവരുടെ ടാപ്പിംഗ് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ അത് നിർത്തിവെക്കേണ്ടി വരും പ്ലാന്റേഷന്റെ ഒക്കെ. ഇല്ല, ഇന്ന് അത് രാത്രി ഡോക്ടർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ, കാരണം ഇത് മിക്കവാറും പുഴയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയാണ്. അപ്പം അവിടെ വെച്ചിട്ട് ഇതുവരെ ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല. അത് കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. നമ്മളും അത് വില്ലിംഗ് ആണ് ചെയ്യാനായിട്ട്. CV അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദ്, വളരെ ദുഷ്കരമായ ദൗത്യം എന്നതാണ് പറയുന്നത്. ഇന്ന് അരുൺ സക്കറിയുടെ നേതൃത്വത്തിലൊക്കെയുള്ള സംഘം എത്തുകയും ഡ്രോൺ പരിശോധനയൊക്കെ നടക്കുകയും ചെയ്തപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇപ്പോഴും ആനയെ ട്രേസ് ചെയ്യാനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് ദൗത്യസംഘത്തിന് മുന്നിലുള്ള വഴികൾ? ആന ഇപ്പോൾ ഉൾവനത്തിലാണ് ഉള്ളത്. ഉച്ചയ്ക്ക് ഉൾവനത്തിലേക്ക് പോയ ആനയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആനയെ കണ്ടെത്താനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന വൈകുന്നേരം നടത്തിയിരുന്നു. പക്ഷേ അതുപ്രകാരം കണ്ടെത്തിയ 2 ആനകളെ അത് ഈ പരിക്കേറ്റ ആനയല്ല എന്ന് സ്ഥിരീകരിക്കുകയാണ് വനംവകുപ്പ് പിന്നീട് ചെയ്തത്. എന്താണെങ്കിലും ഈ വാച്ചർമാർ ഈ വിവിധ മേഖലകളിൽ ഈ ഒരു പ്രദേശത്ത് പരിശോധനയ്ക്കായി രാത്രിയും നിയോഗിച്ചിട്ടുണ്ട്. രാത്രിയും പരിശോധനയും തെരച്ചിലും തുടരും. ആനയെ എവിടെയാണെന്ന് കൃത്യമായി രാവിലേക്ക് ലൊക്കേറ്റ് ചെയ്യാൻ, അതായത് കണ്ടെത്താനുള്ള നടപടികൾ വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് രാത്രിയും ഉണ്ടാകും. ഇനി രാത്രി മറ്റ് മയക്കുവെടി വയ്ക്കുകയോ മറ്റ് നടപടികളോ ഇന്ന് രാത്രിയിൽ ഉണ്ടാവുകയില്ല. ഇരുട്ട് വീണ് കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇനിയുള്ള നടപടികൾ അതീവ ദുഷ്കരമാണ്. നാളെ രാവിലെ അതിരാവിലെ മുതൽ തന്നെ ഇതിൻ്റെ നടപടികൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ DFO അറിയിച്ചിട്ടുള്ളത്. ഇന്നത്തെ ദൗത്യത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ, അതായത് ചില ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിയന്ത്രണങ്ങൾ ഈ ഒരു മേഖലയിൽ ഏർപ്പെടുത്തുവാനും വനംവകുപ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇവിടേക്ക് വാഹനങ്ങളുടെ പ്രവേശനം പൂർണ്ണമായും നിരോധിക്കാനുള്ളൊരു നിർദ്ദേശമാണ് വനംവകുപ്പ് വച്ചിരിക്കുന്നത്. കാരണം മയക്കുവെടിയേറ്റ ആന ഒരുപക്ഷെ ഏത് വഴിയായിരിക്കും പോവുക എന്നോ എങ്ങനെയായിരിക്കും ആദ്യഘട്ടത്തിൽ പ്രതികരിക്കുക എന്നോ പറയാനാകില്ല. അത് ഒരുപക്ഷെ വലിയ അപകടങ്ങളിലേക്ക് വഴിയൊരുക്കും. അപ്പോൾ അത് മുന്നിൽ കണ്ട് ഈ മേഖലയിലേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാനുള്ള ഒരു നിർദ്ദേശമാണ് അപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും ആനയെ കണ്ടെത്തി മയക്കുവെടി വെച്ച് ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും സമയം ഇതിൻ്റെ ചികിത്സകൾക്ക് വേണ്ടി വരും എന്നുള്ള നിഗമനമാണ് വനംവകുപ്പിനുള്ളത്. അതുപ്രകാരമുള്ള നടപടികൾ ഇപ്പോൾ വനംവകുപ്പ് കൈക്കൊണ്ടിട്ടുണ്ട്. നിലവിൽ കുങ്കിയാനകളെ കൊണ്ടുവരേണ്ട സാഹചര്യമില്ല എന്നൊരു അഭിപ്രായമാണ് ഡോക്ടർ അരുൺ സക്കറിക്കും ഉള്ളത്. എന്നാണെങ്കിലും ദൗത്യം നാളെ അതിരാവിലെയും തുടരുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ശരി, CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നാളെയും ദൗത്യം തുടരും. കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകൽ സംഭവത്തിൽ പാർട്ടി ഓഫീസിനകത്ത് വെച്ച് കലാരാജു സംസാരിക്കുന്ന വീഡിയോ പുറത്തുവിട്ട് CPM. കോൺഗ്രസുമായി താൻ സംസാരിച്ചിട്ടുണ്ടെന്ന് കലാരാജു ഈ വീഡിയോയിൽ സമ്മതിക്കുന്നു. വീഡിയോ ചിത്രീകരിച്ച സാഹചര്യം പരിശോധിക്കണമെന്ന് UDFും കലാരാജു കോൺഗ്രസിന്റെ തടവിലാണെന്ന് CPMും ആരോപിച്ചു. സംഭവത്തിൽ കലാരാജുവിന്റെ രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തി. ഒരു വാഗ്ദാനങ്ങളും ഇല്ല. അവർ ബാങ്കിന്റെ ഒക്കെ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ നിന്ന് നമുക്ക് എല്ലാം അന്വേഷിക്കാമെന്നുള്ള ഒരു വാഗ്ദാനം. കലാരാജുവിനെ പാർട്ടി ഓഫീസിനകത്ത് വെച്ച് മർദ്ദിച്ച് അവശയാക്കി എന്നുള്ള വാദങ്ങളെ പ്രതിരോധിക്കുന്ന CPM രാഷ്ട്രീയ കുതിരക്കച്ചവടമാണ് നടന്നതെന്ന് തങ്ങളുടെ ആരോപണങ്ങളെയും ഈ ദൃശ്യങ്ങളിലൂടെ ബലപ്പെടുത്തുകയും ചെയ്യുകയാണ്. കലാരാജു കോൺഗ്രസിന്റെ തടവിലാണെന്ന് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ.
കലാരാജ് പോലീസ് സ്റ്റേഷൻ വന്നതിന് ശേഷം ആദ്യം പത്രക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിലെന്താ പറഞ്ഞു? അതിൽ ഈ പി ബി രതീഷിന്റെ പേര് പറഞ്ഞു, LC സെക്രട്ടറി ബബീഷിന്റെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റേ ഈ പറഞ്ഞ ആൾക്കാരുടെ എല്ലാം പേരാണ്. ബാക്കിയുള്ളതെല്ലാം ശരിക്കും ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഇവരെ പ്ലാൻ ചെയ്തിരിക്കുക, ഇവരെ തലയിൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഈ അവിടുത്തെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞ ആൾ ഒരു വനിതയാണ്. ഈ വിജയ ശിവൻ എന്ന് പറഞ്ഞ വിജയ വനിതയാണ്. ആർക്കാണ് കോൺഗ്രസിന്റെ UDF ആരെല്ലാം കേസിൽ പ്രതിയാക്കണം അവിടെ എല്ലാം പേര് വരും. ഞങ്ങൾ ഈ പറഞ്ഞ കേസിന്റെ ആര് തട്ടിക്കൊണ്ടുപോയതാണ്? അവരിപ്പോ കോൺഗ്രസ് കസ്റ്റഡിയിലാണ്. ആ കസ്റ്റഡി നിൽക്കുന്ന ആൾ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. അതേസമയം കലാരാജുവിനെ CPM തട്ടിക്കൊണ്ടുപോകുന്നത് എല്ലാവരും കണ്ടതാണെന്നും ഇപ്പോൾ വന്നിട്ടുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും അനൂപ് ജേക്കബ് MLA ആവശ്യപ്പെട്ടു. ഇവരെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് വസ്തുതയാണ്. ബലമായ വാഹനത്തിൽ പിടിച്ചു കയറ്റിക്കൊണ്ടുപോയത് അവിടെ ഇരിക്കുന്ന എല്ലാവരും കണ്ടതാണ്, അവർ തന്നെ പറഞ്ഞതാണ്. രണ്ട്, ഇവർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് കൊണ്ടുപോയതെന്ന് അവർ തന്നെ വീണ്ടും കൂത്താട്ടുള്ള ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവര് മാധ്യമങ്ങളോട് പറഞ്ഞ വസ്തുതയുമാണ്. അവിടെ വെച്ച് ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ചുറ്റും ആൾക്കാർ നിന്ന് ഇവരൊക്കെ ഒരു രീതിയിലും സംസാരിക്കാൻ കഴിയാത്ത നിലയിൽ ഇവരെയും കൊണ്ട് പറയിപ്പിക്കുന്ന നിലയിലേക്ക് മാറിയതാണ്. കൂത്താട്ടുകുളം സംഭവത്തിൽ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. സമരത്തിന്റെ പേരിൽ കേസെടുത്താൽ വിരണ്ടു പോകില്ലെന്ന് ഷിയാസ് പ്രതികരിച്ചു. സ്വന്തം അമ്മയെ പോലെ സഹോദരിയെ പോലെ കാണേണ്ട ഒരു സ്ത്രീയെ ഈ തെമ്മാടിക്കൂട്ടങ്ങൾ SFIക്കാരെയും DYFIക്കാരെയും വിട്ട് അവരുടെ മടിക്കുത്തിന് കയറി പിടിച്ച് അവരുടെ വസ്ത്രാക്ഷേപം നടത്തി അവരെ മുടിക്കുത്തിന് പിടിച്ച് അവരെ അടിച്ചും ഇടിച്ചും കൂടെ നിർത്താമെന്നുള്ള CPMന്റെ വാദമുഖങ്ങൾ അതെല്ലാം ഇന്ന് തകർന്നിരിക്കുകയാണ്. അതിൽ അസമാധാനമുണ്ടായ ആളുകളാണ് ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ ഒരു കേസല്ലേ ഇപ്പൊ എടുത്തിട്ടുള്ളൂ, ഞങ്ങൾക്കെതിരായി കേസുകൾ എടുക്കട്ടെ. അതേസമയം കൂത്താട്ടുകുളം സംഭവത്തിൽ കലാരാജുവിന്റെ രഹസ്യമൊഴി കോലഞ്ചേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തി. ന്യൂസ് 18 കൊച്ചി. മുഖ്യമന്ത്രിക്കെതിരെ വിവരം കെട്ട പരാമർശവുമായി എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്. സമരങ്ങളുടെ പേരിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുക്കുന്ന വിഷയത്തിലായിരുന്നു വിവാദ പരാമർശം. ഒരു കേസല്ലേ ഇപ്പൊ എടുത്തിട്ടുള്ളൂ, ഞങ്ങൾക്കെതിരായി കേസുകൾ എടുക്കട്ടെ. ഇപ്പൊ കോതമംഗലത്ത് എത്ര കേസാണ് എടുത്തത്? 6 കേസാണ് എടുത്തത്. ഇവിടെ കോടതിയിൽ നിലനിന്നു കേസ്. കോടതി പോലും, മജിസ്ട്രേറ്റ് കോടതി പോലും ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി ജാമ്യം തന്നു. ഹൈക്കോടതി പോലും ജാമ്യം തന്നു. അതിനപ്പുറത്ത് എറണാകുളത്ത് കോർപ്പറേഷൻ മുമ്പിൽ നടത്തിയ സമരം, ആ സമരത്തിൽ പോലും എത്ര കേസുകളാണ് എടുത്തത്? റോട്ടിലിറങ്ങിയാൽ, കോൺഗ്രസ് ഒരു കൊടിയുമായി റോട്ടിലിറങ്ങിയാൽ കേസെടുക്കുന്ന ആളുകൾക്ക് അവർ കേസെടുക്കട്ടെ. എത്ര കേസുകൾ എടുക്കും? കേസെടുക്കട്ടെ. അങ്ങനെ കേസെടുത്താൽ ഞങ്ങൾ പിന്മാറി പോകുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സമരവീര്യം ഇല്ലാതാകുന്ന ആളുകളാണ്. അങ്ങനെയൊന്നും ഭയപ്പെടുത്താമെന്നോ ഭീഷണിപ്പെടുത്താമെന്നോ പിണറായി വിജയനല്ല, പിണറായി വിജയന്റെ അപ്പൻ വന്നാലും നടക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വെട്ടിക്കുറച്ച DA കുടിശ്ശിക നൽകണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF CPI അനുകൂല സർവീസ് സംഘടനകളുടെ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. CPM BJP അനുകൂല സർവീസ് സംഘടനകൾ സമരത്തിൽ നിന്ന് വിട്ടുനിന്നു. അന്തരിച്ച ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും സമരത്തിൽ പങ്കാളിയായി. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരത്തെ നേരിടാൻ ഡയസ്നോൺ പ്രഖ്യാപിച്ചെങ്കിലും അതിനെ തള്ളിക്കൊണ്ടാണ് സമരം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലകളിൽ സിവിൽ സ്റ്റേഷനുകൾക്ക് മുൻപിലും സമരക്കാർ പ്രതിഷേധ ജാഥ നടത്തി. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, DA കുടിശ്ശിക വെട്ടിക്കുറച്ചത് പിൻവലിക്കുക, ലീവ് സറണ്ടർ അനുവദിക്കുക, മെഡിസെപ് സർക്കാർ ഏറ്റെടുക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. പണിമുടക്ക് സമ്പൂർണ്ണ വിജയമാണെന്നും 75% ജീവനക്കാരും പണിമുടക്കിയെന്നും സമരം ചെയ്യുന്ന സംഘടനകൾ അവകാശപ്പെട്ടു. സർക്കാർ ജീവനക്കാർ ഏതാണ്ട് 65%-ലധികം സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിയിരിക്കുന്നു. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനല്ലെന്നും ജീവനക്കാരുടെ ജീവിത സമരമാണിതെന്നുമായിരുന്നു ജോയിന്റ് കൗൺസിൽ നേതാക്കളുടെ പ്രതികരണം. അന്തരിച്ച മുൻ ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും സർക്കാർ ജീവനക്കാരുടെ സമരത്തിൽ പങ്കെടുത്തു. പത്തനംതിട്ട കളക്ടറേറ്റിലെ സീനിയർ സൂപ്രണ്ടാണ് മഞ്ജുഷ. നവീൻ ബാബുവും മഞ്ജുഷയും NGO യൂണിയൻ സജീവ പ്രവർത്തകരായിരുന്നു. ജീവനക്കാരുടെ പണിമുടക്ക് പല സർക്കാർ ഓഫീസുകളുടെയും പ്രവർത്തനത്തെ ബാധിച്ചു. അതേസമയം സമരത്തിൽ പങ്കെടുക്കാത്ത ജീവനക്കാർക്ക് ഓഫീസുകളിൽ പോലീസ് സംരക്ഷണം നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. മണിയാർ വൈദ്യുതി കരാറിൽ 2 അഭിപ്രായവുമായി മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും നിയമസഭയിൽ. BOT കരാർ കാലാവധി കഴിഞ്ഞ പദ്ധതി സർക്കാർ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞ വൈദ്യുതി മന്ത്രിയെ മുഖ്യമന്ത്രി തിരുത്തി. പദ്ധതി തിരിച്ചെടുക്കാൻ കമ്പനിക്ക് KICB നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി
സഭയെ അറിയിച്ചതിന് പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. 30 വർഷത്തെ കരാർ കാലാവധി കഴിഞ്ഞതിനാൽ കാർബറാണ്ടം കമ്പനിക്ക് ഇനി പദ്ധതിയിൽ അവകാശമില്ലെന്നായിരുന്നു വൈദ്യുതി മന്ത്രിയുടെ നിലപാട്. വകുപ്പ് തല നിലപാടുകളിൽ ഭിന്നതയുണ്ടെന്നും നിയമസഭയിൽ മന്ത്രി തുറന്നു പറഞ്ഞു. കാർബറാണ്ടം യൂണിവേഴ്സിറ്റി ലിമിറ്റഡ് നയിച്ച മണിയാർ ചെറുകിട വൈദ്യുതിയുടെ ബൂട്ട് കാലാവധി ദീർഘിപ്പിക്കുന്നത് പ്രത്യക്ഷമായി പൊതുമേഖലാ സ്ഥാപന KSBയിൽ നഷ്ടമുണ്ടാക്കുകയും അത് പരോക്ഷമായി വൈദ്യുതി ചാർജ് വർധനയുടെ പൊതുജനങ്ങളുടെയും ബാധിക്കാനിടയെന്ന് KSEBL റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 30 വർഷത്തെ കാലാവധി കഴിഞ്ഞതിനാൽ മേൽപ്പറഞ്ഞ പദ്ധതി ഏറ്റെടുക്കുന്നതിനായി KSBL കാർബറാണ്ടം കമ്പനിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ധനകാര്യ വകുപ്പ്, നിയമവകുപ്പ്, വ്യവസായ വകുപ്പ് എന്നിവരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സർക്കാർ വിശദമായി പരിശോധിക്കുകയാണ്. കരാർ കാലാവധി കഴിഞ്ഞതിനാൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് കാർബറാണ്ടത്തിൽ നിന്ന് പണം ഈടാക്കാനായിരുന്നു KSEB തീരുമാനം. അടുത്ത മാസം മുതൽ ബില്ല് നൽകും. മന്ത്രിയുടെ ഈ നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തിയത്. വ്യവസായ വകുപ്പോ വൈദ്യുതി വകുപ്പോ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. വളരെ കൂടുതൽ വൈദ്യുതി ആവശ്യമായി വരുന്ന വ്യവസായങ്ങൾക്ക് അവർക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സൗകര്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ക്യാപ്റ്റീവ് ജനറേഷൻ യൂണിറ്റുകൾ നേരത്തെ അനുവദിച്ചിരുന്നത്. അത്തരം ക്യാപ്റ്റീവ് ജനറേഷൻ തുറന്നു പോകണമെന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ പൊതുവായ നയം. അവർക്ക് വേണ്ട വൈദ്യുതി അവർ ഉൽപ്പാദിപ്പിക്കുന്ന അങ്ങ് പറഞ്ഞതുപോലെ മിച്ചമുണ്ടെങ്കിൽ ആ മിച്ചം കലാരാജു മാധ്യമങ്ങളെ കാണും. CPM പ്രവർത്തകർ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം കോടതി മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആളുകളെ അല്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പകരത്തിന് ആളുകളെ വെച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതെനിക്ക് അതൃപ്തിയുണ്ട്. ഇന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് കൗൺസിലർ ഒരു തരത്തിലുമുള്ള പരാതിയൊന്നും പാർട്ടിയിൽ പറഞ്ഞിട്ടില്ല, പാർട്ടിക്ക് അങ്ങനെ തരത്തിലുള്ള ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു. എല്ലായിടത്തേക്കും മെയിലായിട്ട് ഇട്ടിട്ടുണ്ട്. അതിന്റെ എല്ലാം തെളിവ് എന്റെ കയ്യിലുണ്ട്, രേഖകളുണ്ട് എന്റെ കയ്യിൽ. UDFന്റെ സഹായം ലഭിച്ചു എന്ന് പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ CPM പുറത്തു വിട്ടിട്ടുണ്ടല്ലോ. ഒരിക്കലും ഇല്ല, അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആരുടെ ഔദാര്യം പറ്റാതെയാണ് ജീവിച്ചത്. എനിക്ക് UDFന്റെ ഒരു ആനുകൂല്യം ഞാൻ വാങ്ങിയിട്ടില്ല. ഇല്ല, എന്റെ വായ്പ ഞാൻ ഓൾറെഡി സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അതല്ലല്ലോ നമ്മുടെ ആവശ്യം. എന്നെ ജനമധ്യത്തിൽ എൻ്റെ വസ്ത്രാക്ഷേപം നടത്തി എന്നെ ഇത്രയും മൃഗീയമായി ഉപദ്രവിച്ചതിനെതിരെയാണ് എനിക്ക് പരാതിയുള്ളത്. എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് പരാതിയില്ല. അതെനിക്ക് ഇല്ല, അത് വാസ്തവല്ല. അവരെന്നെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി തന്നെ എടുത്ത വീഡിയോയാണത്. മക്കള് പുറത്തുണ്ട്, അവരെ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, അവരെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് എടുത്ത വീഡിയോയാണത്. എനിക്കറിയാമായിരുന്നു അവരത് ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളിലുണ്ടായിരുന്നു. എൻ്റെ മക്കള് പുറത്ത് രണ്ടുപേരും എവിടെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ നഗരസഭാ കൗൺസിലിന്റെ മുമ്പിൽ സംഘർഷത്തിനിടയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന ഈ പാർട്ടി ഓഫീസിലേക്കാണ്, ഈ വീഡിയോ ചിത്രീകരിക്കുന്ന ഈ പാർട്ടി ഓഫീസിലേക്കാണ് കൊണ്ടുപോയത്. അതെ, പാർട്ടി ഓഫീസിലേക്കാണ് കൊണ്ടുപോയത്. കത്തി കാണിച്ച് അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തി. അതെ, കത്തി കാണിച്ച് അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തി. ഏരിയ സെക്രട്ടറിയോടൊപ്പം അരുൺ അശോകൻ ഉണ്ടായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അരുൺ അശോകൻ, വിജയ് രഘു ആണ് കത്തി കാണിച്ചത്. പാർട്ടി ചുമതലയുള്ള ആളാണ്. അതെ, SFIയുടെ ചുമതലയുള്ള ഏരിയ പ്രസിഡന്റ് ആണ്. പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ജീവന് ഭീഷണിയുണ്ട്. അവര് കൂത്താട്ടുളത്ത് അന്ന് തന്നെ എന്നോട് പറഞ്ഞിരുന്നു, നിന്നെ മക്കളെ ഇനി ഞാൻ കൂത്താട്ടുകുളം മണ്ണിൽ കാല് കുത്തിക്കില്ല എന്ന്. അവരുടെ ഭീഷണിയുണ്ട്, എനിക്ക് ജീവന് ഭീഷണിയുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടി, CPMന്റെ ജില്ലാ സെക്രട്ടറി ഇന്ന് പറഞ്ഞത് പാർട്ടിക്ക് ഏതെങ്കിലും പരാതി നൽകിയാൽ അന്വേഷിക്കാൻ പാർട്ടി തയ്യാറായിരുന്നു. പക്ഷേ പാർട്ടി വിപ്പ് ലംഘിക്കുകയും കോൺഗ്രസിന്റെ തടങ്കലിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ തിരക്കഥയ്ക്കനുസരിച്ചിട്ടാണ് ഇത്തരത്തിൽ കൗൺസിലർ പറയുന്നതെന്നൊരു ആരോപണം കൂടി ജില്ലാ സെക്രട്ടറി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു, ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. ഇത്രയും പൊതുജനങ്ങളുടെ മധ്യത്ത് നേരിട്ട് നടന്ന സംഭവമല്ലേ, അതിനി ആരോടെങ്കിലും ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കണോ? ഒരിക്കലും UDFന്റെ തടങ്കലിലായിരുന്നില്ല ഞാൻ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരു കാര്യം കൂടി കൗൺസിലർ, ഇപ്പോൾ ആ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുപോയതിനു ശേഷം ആദ്യം കൊണ്ടുപോകുന്നത് കൂത്താട്ടുകുളത്തെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അല്ല, കൂത്താട്ടുകുളത്തെ ആശുപത്രിയിലല്ല കൊണ്ടുപോകുന്നത്. അവരെന്നെ വീടിന്റെ തെണ്ണയിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. കൗൺസിലർ തന്നെയാണോ നേരിട്ടാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്? അല്ല, അവിടെ അവർ പോലീസുകാരെ വിളിച്ച് പോലീസുകാരാണോ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ കുറച്ച് സമയം കൗൺസിലർ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം കൂടി ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നുണ്ട്. ഏത് ദിവസമാണ് പിടിച്ചോണ്ട് അതിന്റെ കൃത്യമായ ഞാൻ അത് അറിയിച്ചിട്ടുണ്ട്.
കൃത്യമായ ഡേറ്റും സമയവും വെച്ച് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് താങ്കൾ ഇപ്പോഴും പാർട്ടി അംഗമാണ്, താങ്കളെ പാർട്ടി വിശ്വസിക്കുന്നു, താങ്കൾ ഇനി ഇപ്പോഴത്തെ നിലപാട് മാറ്റാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടി അംഗം ഒരു വനിതയും ഒരു വിധവയായി എന്നെ, ഈ 56 വയസ്സുള്ള എന്നെ, ഒരു 1500ഓളം വരുന്ന സ്ത്രീയും പുരുഷന്മാരും ഒന്നിച്ച് ആക്രമിച്ചപ്പോൾ ഈ പാർട്ടി എവിടെയായിരുന്നു? എനിക്കവർ സംരക്ഷണം തന്നില്ലല്ലോ. അതിനുശേഷം ഇതുവരെ അവരെനിക്ക് സംരക്ഷണം തന്നില്ലല്ലോ. പിന്നെ അവർക്കത് പറയാൻ എന്താ യോഗ്യത? പാർട്ടി ഇത്രയും 25 വർഷം ഞാൻ കൂടെ നടന്ന പാർട്ടി എന്നെ ഒരു 2 ദിവസം എന്നെ കണ്ടില്ല എന്നുള്ള പേരിൽ ഇത്രയും അക്രമം അഴിച്ചു വിട്ടപ്പോൾ ഇനി എനിക്ക് പാർട്ടിയെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. ഇല്ല, പാർട്ടിയെ ഒരിക്കലും ഇനി വിശ്വസിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീയോട് ഇത്രയും അതിക്രൂരമായിട്ട് പൊതുസഭയിൽ പെരുമാറിയപ്പോൾ ഒരിക്കലും ഞാനത് തുടരാൻ എനിക്ക് ആഗ്രഹമില്ല. കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരെ പരാതി കൊടുത്താണ് അവര് പരിഗണിച്ചത്. UDFന്റെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണോ ആലോചിക്കുന്നത്? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. രാഷ്ട്രീയ നിലപാടിനെ പറ്റി ഞാനൊന്നും ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. രഹസ്യം കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജു രഹസ്യമൊഴി നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മജിസ്ട്രേറ്റിനെ ധരിപ്പിച്ചിട്ടുണ്ട്, രഹസ്യമൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് കലാരാജു പറയുന്നത്. നേരത്തെ ഒരു വീഡിയോ CPM പുറത്തുവിട്ടിരുന്നു. അത് കോൺഗ്രസിൽ നിന്ന് സഹായം ലഭിച്ചു എന്ന തരത്തിലുള്ളതായിരുന്നു. അത് പൂർണ്ണമായും തള്ളുകയാണ്. തനിക്ക് ഒരു സഹായവും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇനി പാർട്ടിക്കൊപ്പം തുടർന്നു പോകാൻ താല്പര്യമില്ല എന്നതും അവർ വ്യക്തമാക്കുന്നു. UDFന്റെ ആനുകൂല്യം വാങ്ങിയിട്ടില്ല എന്നാണ് കലാരാജു പറയുന്നത്. മൃഗീയമായി തന്നെ ഉപദ്രവിച്ച കാര്യത്തിലാണ് പരാതിയെന്നും അതിലാണ് ശ്രദ്ധ വേണ്ടതെന്നും പറയുന്നു. നേരത്തെ വന്ന വീഡിയോ പൂർണ്ണമായും തള്ളുകയാണ് കലാരാജു. എന്തായാലും മൊഴി നൽകിയിരിക്കുന്നു. നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മൊഴിയിൽ ആവർത്തിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്.